നമസ്കാരം. കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ തങ്ങളുടെ ഭരണ കാലയളവിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങളും ഭാവി പദ്ധതികളും കേരള വിഷൻ ന്യൂസ് അവതരിപ്പിക്കുന്ന എന്റെ പഞ്ചായത്തിലൂടെ പങ്കുവയ്ക്കുകയാണ്. ഇന്നത്തെ അതിഥികളായി നമ്മളോടൊപ്പം ഉള്ളത് കോട്ടയം ജില്ലയിലെ ഐമനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിജി രാജേഷ്, തൃശൂർ ജില്ലയിലെ പുനയൂർകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ എന്നിവരാണ്. എല്ലാവർക്കും എന്റെ പഞ്ചായത്തിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ പഞ്ചായത്ത് ആദ്യം പോകുന്നത് കോട്ടയം ജില്ലയിലെ ഐമനം ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിലേക്കാണ്. വികസന പ്രവർത്തനങ്ങൾ പങ്കുവയ്ക്കാൻ പ്രസിഡന്റ് വിജി രാജേഷ് ഉണ്ട്. നമസ്കാരം ശ്രീമതി വിജി. നമസ്കാരം. അധികാര വികേന്ദ്രീകരണത്തിന്റെ അന്തസത്ത ഉൾക്കൊണ്ടുകൊണ്ട് ജനകീയ ആസൂത്രണ പദ്ധതി പ്രവർത്തനങ്ങളെ ഗ്രാമവികസനത്തിന്റെ ചൂണ്ടുപലകയാക്കി മാറ്റിയ ജനസൗഹൃദ പഞ്ചായത്താണ് ഐമനം. കാർഷിക മേഖലയാണ്. വിവിധ മേഖലകളിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നടത്തിവരുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത് ജനസൗഹൃദ പഞ്ചായത്ത് എന്നുള്ളതാണ്. സദ്ഭരണ പ്രവർത്തനങ്ങൾ കൊണ്ട് അന്താരാഷ്ട്ര ഗുണനിലവാരം ഉറപ്പുവരുത്തുന്ന ISO സർട്ടിഫിക്കേഷൻ മാനദണ്ഡങ്ങൾ നടത്തുന്ന പഞ്ചായത്താണ്. എന്താണ് ഈ ജനസൗഹൃദ പഞ്ചായത്ത് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമസ്കാരം. എന്റെ പേര് വിജി രാജേഷ്, ഐമനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്. നമ്മളുടെ പഞ്ചായത്തിൽ വരുന്ന പൊതുജനങ്ങൾക്ക് ആവശ്യമായ സർട്ടിഫിക്കറ്റ് ചെയ്യാതെ അവർക്ക് കാലതാമസം വിടുന്ന ഒരു പ്രക്രിയയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്ത് നടത്തുന്നത്. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരും അതുപോലെ ജനപ്രതിനിധികളും ഉൾപ്പെടുന്ന ഒരു നല്ലൊരു പഞ്ചായത്താണ് ഐമനം ഗ്രാമപഞ്ചായത്ത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ടോക്കൺ സംവിധാനത്തിലൂടെ നമ്മൾ അവർക്ക് ഉടൻ തന്നെ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്ന ഒരു സൽഭരണ സംവിധാനമാണ് നമ്മൾക്കുള്ളത്. തീർച്ചയായിട്ടും കാർഷിക സമൃദ്ധിക്ക് മിഴിവേകാൻ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. മൃഗസംരക്ഷണ രംഗത്ത്, ക്ഷീരവികസനം, മത്സ്യബന്ധനം തുടങ്ങിയ മേഖലയിലൊക്കെ നിരവധി വികസന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുന്നുണ്ട്. അതെ, നമ്മുടെ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പഞ്ചായത്താണ്. കൂടുതലും പടിഞ്ഞാറൻ പ്രദേശം, ഉൾനാടൻ പ്രദേശം എന്ന് പറയുന്ന പോലെ നമ്മൾ കാർഷിക മേഖലയ്ക്കാണ് കൂടുതൽ ഊന്നൽ നൽകുന്നത്. തീർച്ചയായും കാർഷിക രംഗത്ത് നിരവധി വികസന പ്രവർത്തനങ്ങളാണ് നടപ്പിലാക്കി വരുന്നത്. ആരോഗ്യ പരിപാലന രംഗത്തെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? മഴക്കാലമാണ്, ഇനി പകർച്ചവ്യാധികളൊക്കെ പിടിപെടുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് പോകുന്നത്. ആരോഗ്യ പരിപാലന രംഗത്തെ പ്രവർത്തനങ്ങളെ എങ്ങനെയാണ് വിലയിരുത്താനാവുക? ഇന്നിപ്പോ ആരോഗ്യ രംഗത്തെ പ്രവർത്തനങ്ങൾ എന്ന് പറയുമ്പോൾ കാലവർഷം ആരംഭിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ പഞ്ചായത്തിൽ തന്നെ 2 ക്യാമ്പുകൾ പ്രവർത്തിച്ചു തുടങ്ങി. എന്നുവെച്ചാൽ സാധാരണ പടിഞ്ഞാറൻ മേഖലയായതിനാൽ വെള്ളക്കെട്ട് വീടുകൾക്കുള്ളിലേക്ക് വരെ വെള്ളം കയറിയ സാഹചര്യത്തിൽ ആൾക്കാരെ പാർപ്പിക്കാൻ വേണ്ടി നമ്മൾ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും അവർക്ക് രാവിലെയും വൈകിട്ടും ഉച്ചയ്ക്കുമുള്ള ഭക്ഷണ പദാർത്ഥങ്ങളും അതുപോലെ മെഡിസിൻ മരുന്നുകളും എല്ലാം സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് നമ്മുടെ ഹോസ്പിറ്റലിലെ ജീവനക്കാരും ഡോക്ടർ ഉൾപ്പെടെയുള്ള ജീവനക്കാരും അതുപോലെ തന്നെ പഞ്ചായത്തിലെ ജീവനക്കാരും വില്ലേജ് ജീവനക്കാരും എല്ലാവരും ഈ ക്യാമ്പുകൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടുന്ന സംവിധാനങ്ങൾ, നമ്മൾ വേണ്ടുന്ന സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുകയാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇപ്പോഴും രാവിലെ ഞങ്ങൾ പോയി അവർക്ക് വേണ്ടുന്ന ഫുഡിന് വേണ്ട കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തുകൊണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ PHSC ഹോസ്പിറ്റല് അത് FSH ആക്കി ഉയർത്തുകയും ചെയ്തു. പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു. അത് നമ്മളെ 4.55 കോടി രൂപ മുടക്കിയാണ് NHM നമ്മുടെ ഈ പദ്ധതി നടപ്പാക്കിയിരിക്കുന്നത്. അപ്പം ആരോഗ്യ രംഗത്തും നമ്മുടെ ശൈലികൾ നമ്മൾ ശൈലി രോഗങ്ങൾ മാറ്റുവാൻ വേണ്ടി നമ്മുടെ ഐമനം ഗ്രാമപഞ്ചായത്തിൽ നമ്മൾ യോഗ പരിശീലനവും വനിതകൾക്കായിട്ട് വനിതകൾക്കായിട്ട് യോഗ പരിശീലനവും അതോടൊപ്പം തന്നെ ഫിറ്റ്നസ് സെന്റർ എന്ന് വെച്ചാൽ ആരോഗ്യ രംഗത്ത് ഏറ്റവും മികവ് ഉയർത്തുന്ന നമ്മുടെ ഇപ്പൊ നിത്യവും കാണുന്ന സ്ത്രീകൾക്ക് ഒത്തിരി ഷുഗർ, പ്രഷർ എന്നിവ വേണ്ടുന്ന പ്രത്യേക തരം അസുഖങ്ങളിലേക്ക് വരെ പോവുകയാണ്. ജീവിതശൈലി രോഗങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ അവർക്ക് ഫിറ്റ്നസ് സെന്റർ സൗജന്യമായിട്ട് നമ്മൾ നമ്മുടെ പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ചെയ്തു കൊടുക്കുന്നു. അത് അനേകം സ്ത്രീജനങ്ങളാണ് ഈ പദ്ധതിയിലേക്ക് വന്നു ചേർന്നുകൊണ്ട് അവരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നത്. തീർച്ചയായിട്ടും ആരോഗ്യ രംഗത്ത് നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ടൂറിസത്തിന് അനന്ത സാധ്യതയുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. മടക്കുളം ടൂറിസം പദ്ധതിയൊക്കെ നടപ്പിലാക്കുന്നുണ്ട്. എങ്ങനെയാണ് ടൂറിസം സാധ്യതകളൊക്കെ പ്രയോജനപ്പെടുത്തുന്നത്?
ടൂറിസം രംഗത്ത് നമ്മൾ വല്യമടാക്കുളം രണ്ട് ടൂറിസത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഒരു 5 ഏക്കർ സ്ഥലമോളം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള സ്ഥലം നമ്മൾ അത് ടൂറിസത്തിന് വിട്ടുകൊള്ളുകയും ടൂറിസം 5 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ടൂറിസം പദ്ധതി നടപ്പാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് നമ്മളിപ്പോൾ DTPCക്ക് നമ്മളത് അവർക്ക് ലീസിന് കൊടുത്തു. അതിന്റെ പ്രവർത്തനം നല്ല രീതിയിൽ വരുന്നു. അതുപോലെ ഒപ്പം തന്നെ ആ നാട്ടിലെ ജനങ്ങൾക്ക് തൊഴിലവസരങ്ങളും ഉണ്ടായിട്ടുണ്ട്. തൊഴിലവസരം ഒരു 10-60 വനിതകൾക്ക് അവിടെ തൊഴിലവസരങ്ങൾ ഉണ്ടായി. അത് ഉപജീവന മാർഗമായിട്ട് നല്ല രീതിയിൽ പ്രവർത്തിച്ചു എന്ന് വിദേശികളും സ്വദേശികളും അനേകം ആളുകൾ അവിടെ എത്തിച്ചേരുന്നു. തീർച്ചയായിട്ടും ഈ റോഡ് വികസന പദ്ധതികൾ അതുപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റ് പരിപാലന പദ്ധതികളൊക്കെ എത്രത്തോളമാണ് നവീകരിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്? റോഡ് പദ്ധതികളെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ MLAയും ബഹുമാനപ്പെട്ട മന്ത്രിയുമായ വാസവൻ ചേട്ടന്റെ നേതൃത്വത്തിൽ നമ്മളുടെ റോഡുകൾ പടിഞ്ഞാറൻ മേഖലയായതുകൊണ്ട് നമുക്കൊരു വാഹനങ്ങൾ പോലും കടന്നു പോകാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു 2018. പക്ഷെ വന്നതിന് ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് റോഡുകൾ ഉയർത്തിപ്പണിയുകയും അതുകൊണ്ട് ഇപ്പൊ വെള്ളം കയറാത്ത ഒരു സാഹചര്യം സുഗമമായിട്ട് ജനങ്ങൾക്ക് യാത്ര ചെയ്യാനും ഒരു അവസരം ഒരുക്കിയിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒളച്ചപ്പാലം, പരിപ്പുപാലം ഇതെല്ലാം വാസവൻ ചേട്ടൻ വന്നതിന് ശേഷം നമ്മുടെ അയ്മനം ഗ്രാമപഞ്ചായത്ത് ഒട്ടനവധി റോഡുകൾ വികസന പാതയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഇപ്പോൾ ഈ പ്രാവശ്യവും വാസവൻ ചേട്ടന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് അനേകം റോഡുകൾ ചെയ്യാൻ, നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അനുമതി കിട്ടി. അത് അതിന്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മന്ത്രിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മന്ത്രി അയ്മനം പഞ്ചായത്തിന് പ്രത്യേക ഒരു പരിഗണന കൊടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഒരു സൗഹൃദ പഞ്ചായത്ത് തന്നെയാണ് അയ്മനം ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. ലൈഫ് ഭവന പദ്ധതിയായാലും 130 കുടുംബങ്ങൾക്ക് വീട് വെച്ച് നൽകിയിട്ടുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. എങ്ങനെയാണ് ലൈഫ് ഭവന പദ്ധതിയൊക്കെ ഗ്രാമപഞ്ചായത്ത് ആവിഷ്കരിക്കുന്നത്? ലൈഫ് ഭവന പദ്ധതിയിൽ ഗുണഭോക്താക്കളെ കണ്ടെത്തിയത് തീരെ ദരിദ്രരായിട്ടുള്ള കുടുംബങ്ങളെയാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. 5 സെന്റ് സ്ഥലം തൊട്ട് 25 സെന്റ് സ്ഥലം വരെ ഉള്ളവർക്ക് നമ്മൾ ലൈഫിൽ ഉൾപ്പെടുത്താൻ നമ്മുടെ തീരുമാനമുണ്ട്, സർക്കാർ തീരുമാനമുണ്ട്. എങ്കിൽ പോലും തീരെ പാവപ്പെട്ടവർക്ക് നമ്മൾ സ്ഥലം വാങ്ങി വീട് വെച്ചു കൊടുക്കുകയും അതുപോലെ തന്നെ ലൈഫ് ഗുണഭോക്താക്കളുടെ സ്ഥലമുള്ളവർക്ക് 130 പേർക്ക് നമ്മൾ വീട് നിർമ്മാണം പൂർത്തിയായവരാണ് 130 പേര്. ഇപ്പൊ 90 പേര് നല്ല രീതിയിലുള്ള ഒരു ഭരണമാണ് നമ്മുടെ ഈ പഞ്ചായത്തിൽ നടക്കുന്നത്. ഈ ലൈഫ് ഭവന പദ്ധതിയിൽ അനേകം ആൾക്കാർ ബുദ്ധിമുട്ടി ജീവിക്കുന്നവർക്ക് നമ്മൾ കൊടുത്തു. അതുപോലെ തന്നെ ഒരു ലോട്ടറി ക്ലബിന്റെ നമ്മളൊരു 58 സെന്റ് സ്ഥലം നമ്മൾക്ക് കുടയമ്പടിയിൽ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ 16 വീടുകളോളം നമ്മൾ അവിടെ നിർമ്മാണം പൂർത്തിയാക്കി. അവിടെ 16 വീട്ടുകാർക്ക് നമ്മൾ വീട് സൗജന്യമായിട്ട് നൽകിക്കൊണ്ട് അവിടെ അത്രയും പേരും താമസിച്ചു വരുന്നു. തീർച്ചയായിട്ടും കാർഷിക മേഖലയിലും ആരോഗ്യരംഗത്തായാലും നിരവധി വികസന പ്രവർത്തനങ്ങളാണ് അയ്മനം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. സ്ത്രീ ശാക്തീകരണ രംഗത്ത് എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തി വരുന്നത്? സ്ത്രീകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ, അതുപോലെ തന്നെ വായ്പാ സൗകര്യങ്ങൾ, കുടുംബശ്രീയുടെ ജനകീയ ഹോട്ടൽ അടക്കമുള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ്. നമ്മളുടെ കുടുംബശ്രീ സംബന്ധിച്ച് പറയണമെങ്കിൽ നമുക്ക് 343 കുടുംബശ്രീയാണ് ഉള്ളത്. 310 നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന കുടുംബശ്രീയാണ് നമ്മൾക്ക് അയ്മനം ഗ്രാമപഞ്ചായത്തിലുള്ളത്. ഇവർക്ക് നമ്മൾ സ്വയം സംരംഭമായിട്ട് അനേകം ലോണുകൾ കൊടുക്കുകയും അതോടൊപ്പം തന്നെ അവര് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നമ്മുടെ വിശപ്പ് രഹിത പഞ്ചായത്ത്, നമ്മളുടെ പഞ്ചായത്തിൽ നമ്മൾ ഒരു ഹോട്ടൽ നടത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ കുടുംബശ്രീയെ സംബന്ധിച്ച് വരുന്ന ഒട്ടനവധി പേര് സ്വയം തൊഴിൽ കണ്ടെത്തിക്കൊണ്ട് കുടുംബം നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സ്ത്രീകളും. ഒരാൾക്ക് പോലും ഇപ്പൊ തൊഴിലില്ല എന്ന് പറയാനായിട്ട് ആർക്കും പറ്റുന്നില്ല. അത്രമാത്രം നല്ല രീതിയിലുള്ള പ്രവർത്തനമാണ് കുടുംബശ്രീയിൽ നടന്നു വരുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ കുടുംബശ്രീയിലെ ഇപ്പം സംസ്ഥാനതല അരങ്ങ് പരിപാടി അതിരമ്പുഴയിൽ നടക്കുകയാണ്. നമ്മുടെ പഞ്ചായത്ത് തലത്തിൽ അരങ്ങ് പരിപാടി അരങ്ങേറിയപ്പോൾ 72 വയസ്സുള്ള ഒരു അമ്മ അവര് മോഹിനിയാട്ടത്തിൽ 1ാം സ്ഥാനം നേടുകയും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തിലെ ആ അമ്മ 2ാം സ്ഥാനത്തേക്ക് ജില്ലാ പഞ്ചായത്തിൽ പോയപ്പോഴും ജില്ലാ തലത്തിൽ പോയപ്പോഴും 2ാം സ്ഥാനത്തേക്ക് പോകും. അതോടൊപ്പം തന്നെ ഇപ്പൊ സംസ്ഥാന തലത്തിൽ അവര് മോഹിനിയാട്ടത്തിൽ 2ാം സ്ഥാനത്തേക്ക് വരികയും ചെയ്തു. അത് ഞങ്ങളുടെ അയ്മനം ഗ്രാമപഞ്ചായത്തിന്റെ അഭിമാനമായിട്ടാണ് ദേവകി അന്തർജനം, അത് ഞങ്ങളൊക്കെ അറിയപ്പെടുന്ന ദേവകി ടീച്ചർ എന്നറിയപ്പെടുന്ന ദേവകി അന്തർജനം, അവർക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ഞങ്ങൾ അർപ്പിക്കുന്നു. ഭിന്നശേഷിക്കാർക്കുള്ള എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്? വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും അടക്കം ഉല്ലാസത്തിനായി കലാമേള അടക്കം സംഘടിപ്പിക്കുന്ന ഒരു ഗ്രാമപഞ്ചായത്ത് കൂടിയാണ് അയ്മനം. അതെ, വയോജനങ്ങൾക്ക് നമ്മൾ കലാമേള, വയോജന പാർക്ക് കൂടെ നമ്മൾ അയ്മനം ഗ്രാമപഞ്ചായത്തിലുണ്ട്.
അത് അവർക്ക് വയോജനങ്ങൾക്കായിട്ട് നമ്മൾ വയോജന കലാമേള സംഘടിപ്പിച്ചോൾ അവരുടെ പാട്ടുകളും ഡാൻസുകളും 10, 60, 70 വയസ്സുള്ളവരുടെ അവരുടെ ആ മാനസിക ഉല്ലാസം ആണ് നമ്മൾ കണ്ടെത്തിയത്. അപ്പം മാനസികമായ ഉല്ലാസമാണ് നമ്മൾ കണ്ടെത്താൻ പറ്റിയത്. അപ്പൊ വയോജനങ്ങൾക്ക് വിവിധ പദ്ധതികൾ നമ്മൾ ഈ പ്രാവശ്യം നമ്മൾ അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മൾ പകൽ വീട് നിർമ്മാണവും ഈ വയോജന പാർക്കിനോടൊപ്പം തന്നെ ചേർത്തുകൊണ്ട് നിർമ്മാണം പൂർത്തീകരിച്ചു വരുന്നു. അതും ഒരു വളരെ സന്തോഷകരമായ ഒരു ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ഒരു നേട്ടമാണ്. തീർച്ചയായിട്ടും വയോജനങ്ങൾക്കും ഭിന്നശേഷിക്കാർക്കും അടക്കം നിരവധി ക്ഷേമ വികസന പ്രവർത്തനങ്ങളാണ് അയ്മനം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. അതിദരിദ്രർക്കായിട്ട് പ്രത്യേകം പദ്ധതി അടക്കം ആവിഷ്കരിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. തീർച്ചയായിട്ടും നമ്മൾ അതിദരിദ്രർക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം മരുന്ന് മേടിക്കാനുള്ള പദ്ധതി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ മാസവും അവർക്ക് ഭക്ഷ്യ കിറ്റുകൾ വീടുകളിൽ എത്തിച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയും കൂടെ എടുത്തിട്ടുണ്ട്. അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിക്കൊണ്ട് നിരന്തരം അവരുടെ വീടുകൾ സന്ദർശിക്കുകയും അവർക്ക് വരുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ പരിഹരിച്ചും പോരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഭിന്നശേഷിക്കാരുടെ കാര്യം പറഞ്ഞ് വിട്ടുപോയായിരുന്നു. ഭിന്നശേഷിക്കാർക്കും ഭിന്നശേഷി കലാമേള സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്ക് സ്കോളർഷിപ്പ് ുണ്ട്. അവരുടെയും മാനസിക ഉല്ലാസങ്ങൾ നമ്മൾ അവരുടെ പാട്ടുകളും നൃത്തങ്ങളും എല്ലാം സംഘടിപ്പിച്ചിട്ടുണ്ട്. വളരെ ഭംഗിയോടുകൂടിയാണ് നമ്മൾ ആ കലോത്സവം കണ്ടെത്തിയിരിക്കുന്നത്. നല്ല രീതിയിലുള്ള സന്തോഷമാണ് ഭിന്നശേഷിക്കാർക്കും വൃദ്ധജനങ്ങൾക്കും എല്ലാം ഉണ്ടായിരിക്കുന്നത്. അത് മുന്നോട്ടും അവരെ സംരക്ഷിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. തീർച്ചയായിട്ടും വിവിധ മേഖലകളിൽ നിരവധി അഭിമാനകരമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളാണ് അയ്മനം ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഇനിയുള്ള ഭാവി വികസന പദ്ധതികൾ എന്തൊക്കെയാണ്? ഗ്രാമപഞ്ചായത്തിൽ 20 വാർഡുകളാണ് ഉള്ളത്. 12-ാം വാർഡിലും 18-ാം വാർഡിലും സ്വകാര്യ വ്യക്തികൾ നമ്മൾക്ക് 3, 5 സെന്റ് സ്ഥലം വീതം വിട്ടു തന്നു. അത് നമ്മൾ NHM ആണ് അത് നിർമ്മാണം പൂർത്തീകരിക്കുന്നത്. സബ് സെന്റർ നിർമ്മാണം ചെയ്യുന്നത് NHM ആണ്. നമ്മൾ സ്ഥലം വിട്ടുകൊടുക്കാനാണ് അവർ ആവശ്യപ്പെട്ടത്. സ്ഥലം കണ്ടെത്തി നമ്മൾ ആധാരം ചെയ്ത് അതിന്റെ പോക്കൂരും എല്ലാം ചെയ്ത് കാര്യങ്ങളെല്ലാം ഉടനടി തന്നെ നടക്കും. അതുപോലെ തന്നെ 2 അംഗൻവാടികൾ നമ്മൾക്ക് രണ്ട് വ്യക്തികൾ 2 അംഗൻവാടിക്കുള്ള സ്ഥലം വിട്ടു തന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ അംഗൻവാടിയുടെ ഉദ്ഘാടനം നമ്മുടെ ബഹുമാനപ്പെട്ട വാസവൻ ചേട്ടൻ നിർവഹിച്ചു. ആ അംഗൻവാടി അതിമനോഹരമായിട്ടും ആ 5 സെന്റ് സ്ഥലം തന്നതിൽ നമ്മൾ 12 ലക്ഷം രൂപ പഞ്ചായത്ത് പ്രോജക്റ്റ് വെക്കുകയും അതോടൊപ്പം തന്നെ ഈ 5 സെന്റ് സ്ഥലം തന്ന വ്യക്തി അത് പണി പൂർത്തീകരിച്ച് നല്ല രീതിയിലുള്ള ഒരു അംഗൻവാടിയായിട്ട് മാറ്റി നല്ലൊരു സ്മാർട്ട് അംഗൻവാടിയാണ് നമുക്ക് ഇപ്പൊ പണിത് കഴിപ്പിച്ചത്. അതിന്റെ ഉദ്ഘാടന കർമ്മം കഴിഞ്ഞു. ദേവിജി, പിന്നാക്ക വിഭാഗക്കാർക്കുള്ള സമഗ്ര പദ്ധതികളൊക്കെ എങ്ങനെയാണ് ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്നത്? പിന്നോക്ക വിഭാഗക്കാർക്കുള്ള പ്രത്യേക പരിഗണന കൊടുത്തുകൊണ്ട് തന്നെ നമ്മൾ പഞ്ചായത്ത് പ്രോജക്റ്റുകൾ പാസ്സാക്കുകയും അതോടെ തന്നെ നമ്മൾ ഈ വ്യക്തിഗത ആനുകൂല്യങ്ങൾ അവർക്ക് നൽകുകയും അതുപോലെ തന്നെ കോഴി വളർത്തൽ, പശു വളർത്തൽ അങ്ങനെയുള്ള ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവർക്ക് നമ്മൾ നേതൃത്വം നൽകിക്കൊണ്ട് നിരവധി വികസന പ്രവർത്തനങ്ങളാണ് കോട്ടയം ജില്ലയിലെ അയ്മനം ഗ്രാമപഞ്ചായത്ത് നടത്തി വരുന്നത്. അയ്മനം ഗ്രാമപഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളാണ് വിജി രാജേഷ് പങ്കുവച്ചത്. എല്ലാ ഭാവി വികസന പ്രവർത്തനങ്ങളും യാഥാർത്ഥ്യമാകട്ടെ, അതുപോലെ തന്നെ തുടർഭരണവും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീമതി വിജി രാജേഷ്.